ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ, കഴിഞ്ഞ വർഷമൊന്നല്ല, കഴിഞ്ഞ ഓണത്തിന് ഊരമിളയിൽ ഇങ്ങനെ ഒരു സൂര്യകാന്തിപ്പാടം പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേപോലെ ഇപ്രാവശ്യവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി കാണണമെന്നുള്ളവരെല്ലാവരും കാണണം. കയറി പോകുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ചെടികൾ, അതായത് റംബൂട്ടാന്, പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ബീട്രൂട്ട് ഗുവ, ബീട്രൂട്ട് പേരയ്ക്ക, അതിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ചെടികളുടെ കത്തിരിക്ക, മുളക്, അങ്ങനെ കുറേ ചെടികളുടെ തൈ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അലങ്കാര മത്സ്യങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശിവാനി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഫോളോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയുവാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് ചെടികൾ മേടിക്കണമെന്നുള്ളവർക്ക് മേടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഇതിൻ്റെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ മീൻ പിടിക്കാനായിട്ട്, അതായത് ചെറിയൊരു എമൗണ്ട് പേ ചെയ്തിട്ട് മീൻ പിടിക്കുന്ന മീൻ അവരവർക്ക് കൊണ്ടുപോകാം. അതാണ് ഇവിടുത്തെ ആ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മളിത് ആ എൻട്രിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ കുറേ ചീരയാണ് കാണുന്നത്. ചീര ഒത്തിരി നന്നായിട്ട് വളർന്ന്, എല്ലാത്തിലും അവർ ബോർഡും വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ഐറ്റം, ഏതൊക്കെ ഈയനം, അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ കയറുന്നുണ്ടേ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഫസ്റ്റിൽ സൂര്യകാന്തി അങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയം, വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ്, വൈകിട്ട് ഒരു 2:30-3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയായിരുന്നേ. കണ്ടോ, കാശിത്തുമ്പ, ജമന്തി, 2 വെറൈറ്റി ജമന്തി ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ മൊത്തം സൂര്യകാന്തിയാണ്. ഉച്ച സമയം, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് വൈകിട്ടാണ് പോയത്. അപ്പോൾ സൂര്യകാന്തി എല്ലാം സൂര്യൻ പോയതിന് ശേഷം കൂമ്പി നിന്ന ഒരവസ്ഥയായിരുന്നേ. ഇപ്രാവശ്യം നന്നായിട്ട് വിടർന്ന് പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റി. കോഴിപ്പൂവിൻ്റെ 2 കളറെന്നും ഞങ്ങൾ കണ്ടു ഇവിടെ. എല്ലാവരും മസ്റ്റായിട്ട് പോയി കാണണം കേട്ടോ. പോകാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ തമിഴ്നാട്ടിലും അങ്ങും ഇങ്ങും ഒക്കെ അല്ലേ പോയി എല്ലാം കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പോയി കാണണ്ടേ. ജമന്തി കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിനോദങ്ങളോ ഇല്ലെങ്കിൽ പെറ്റ്സിൻ്റെതോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഏർമാടം ഉണ്ടായിരുന്നു, പിന്നെ ഫുഡ് അതായത് ചെറിയ രീതിയിൽ സ്നാക്സ് പോലെ ഐസ്ക്രീം, ഡ്രിങ്ക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യമാണ് ഇതുപോലെ ധാന്യങ്ങൾ. ടോബിനോ ചേട്ടാ ഇപ്രാവശ്യം ഉണ്ട്, ഹണി ചേച്ചിയെ കണ്ടില്ല. അപ്പോൾ ടോബിനോ ചേട്ടൻ നിൽപ്പുണ്ട്. കുറേ മില്ലറ്റുകൾ പലതേതാ കണ്ടില്ലേ, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ പേര് തന്നെ മില്ലറ്റ് ഫെസ്റ്റ് എന്നാണ്. അപ്പം ഓരോന്നിലും അവർ പേരെഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ലിറ്റിൽ മില്ലറ്റ് ചാമ. അപ്പം അടുത്തതായിട്ട് നമ്മളങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ കുത്തനെ ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ്. ഇത് കുടുംബശ്രീക്കാരുടെ ഒരു സംരംഭമാണിത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഒത്തിരി വിജയം ആയതുകൊണ്ടായിരിക്കാം അവരിപ്രാവശ്യം അത് കുറച്ചുകൂടെ വിപുലീകരിച്ച് ചെയ്തിട്ടുണ്ട്. ചോളം കണ്ടോ, ചോളം നിൽപ്പുണ്ട്. ചോളം ഒരു പോർഷൻ, ഓരോ പോർഷനായിട്ടാണ് അവരിതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പോർഷൻ ചോളം, ചാമ്പ, പിന്നെ കൂരവുണ്ടായിരുന്നു. പൂവേ കളകളൊക്കെ പറിച്ചിട്ട് കൊണ്ടിടുന്നതാണ്.
ഇങ്ങനെ എല്ലായിടത്തും ബോർഡ് ഓരോ നമുക്കറിയത്തില്ലല്ലോ ഇതൊക്കെ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവരെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന്. പിന്നെ ചോളം നമുക്ക് കണ്ടാൽ അറിയാമെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ കൂരവ് പിന്നെ അങ്ങനത്തെ ചില മില്ലറ്റൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം അവർ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ്. ശിവാനിയുടെ ഫേവറേറ്റ് സ്പോട്ടിലോട്ട് പോവാൻ വേണ്ടി നന്നായിട്ട് പോയത് മുതൽ അതിലായിരുന്നു കേട്ടോ. അതിന് ഒരു 50 രൂപ പാസ്, 50 രൂപ. നമ്മൾ കയറുന്ന സമയത്ത് എൻട്രി ഫീ വന്നിട്ട് 50 രൂപ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാത്തിലും കയറാനായിട്ട് സെപ്പറേറ്റ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ശിവാനി ഇതിൽ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ചാടിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ കുറേ സൂര്യകാന്തി കാണും. അത് കഴിഞ്ഞ് ഇത് ലാസ്റ്റോട്ട്, അതായത് താഴെ ലാസ്റ്റ്, മറ്റേത് നമുക്ക് കയറാനൊന്നും പറ്റില്ല, ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ കയറിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ട, ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ആയിട്ടാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവറായിട്ട് എനിക്ക് തോന്നി. ഇത് മാങ്ങ ജമന്തി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഓറഞ്ചും മഞ്ഞ കളറിലുള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റ് റോസ് ഉണ്ടായിരുന്നു, ഡാർക്ക് റോസ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഡബിൾ ഷെയ്ഡുള്ളത് ഒക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഞാൻ നോക്കിയായിരുന്നു വിത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്, പക്ഷേ അതിൽ വിത്തില്ല. പൂ കരിഞ്ഞ് നിന്നതിൽ പോലും വിത്ത് ഞാൻ നോക്കിയിട്ട് 1-2 തപ്പി നോക്കി, പക്ഷേ എനിക്ക് വിത്ത് കിട്ടിയില്ല. അപ്പോൾ വിത്തില്ല, ഹൈബ്രിഡ് ഐറ്റമാണെന്ന് തോന്നുന്നു. അപ്പോൾ വിത്ത് കിട്ടിയില്ല, അത് ശോകമായി. അപ്പോൾ കണ്ടില്ലേ, ഇത് ഈ വീഡിയോയിൽ കാണും പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ചന്ത. അടുത്ത് ഇങ്ങനെ ഇതൊക്കെ ഒരു നമ്മളൊന്നും ആസ്വദിക്കാത്ത കുറേ കാര്യങ്ങളാണ്. കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുട്ടികൾക്കായാലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ ശിവാനിയും ട്രൈ ചെയ്തു, പക്ഷെ അവൾക്ക് തിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കിടന്ന് വിളിച്ചേ. കാളയുടെ ഫ്ലക്സ് വെച്ചിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കും. കാള വണ്ടിയിൽ ഇതുപോലെ ഫ്ലക്സ് വെച്ചിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലും ശിവാനി കയറിയായിരുന്നേ. കുറേ ജമന്തി കഴിഞ്ഞിട്ട് അടുത്ത പെറ്റ്സിൻ്റെ ഒരു എൻട്രിയാണ്. അവിടെ 30 രൂപ പാസ് എടുത്ത് കയറി. അതിങ്ങനെ നമ്മൾ കുറേ ഫൈറ്ററിൻ്റെ മെയിൽസിന് ബൗളോടെയും സെയിലിന് തന്നെയാണ്, സെയിലിന് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. കുറച്ച് ഫിഷ്, ഒരുപാട് ഐറ്റം ഒന്നും പറയാൻ പറ്റൂല, കുറച്ച്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അവർ കുറച്ച് ഫിഷും പെറ്റ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ പേരൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് പേരുകൾ പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ. ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലവ് ബേർഡ്, അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, ആഫ്രിക്കൻ ലവ് ബേർഡ്, ബ്ലൂ, റെഡ്, അങ്ങനെ പല കളറിൽ. ബ്ലാക്ക് ആഫ്രിക്കൻ, യെല്ലോ, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ശിവാനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്കൊക്കെ പറഞ്ഞായിരുന്നേ. ഈ മീനൊക്കെ പൊളിച്ചുകൊണ്ട് വന്നപ്പോഴേ ശിവാനിയോട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഒന്ന് എടുക്കുമോ, എനിക്ക് പേടിയാവുന്നേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ പറഞ്ഞു, കൂടിനകത്ത് കിടക്കണം, എന്ത് ചെയ്യാനാ.
വലിയൊരു സംഭവമൊന്നും പറയാനില്ല. എന്നാലും ചെറിയൊരു ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു സംഭവം അത്രയേ ഉള്ളൂ. വലിയ കളക്ഷനൊന്നോ ഇല്ലെങ്കിൽ ഒരു എക്സ്പോ എന്നൊന്നും പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോൾ അടുത്ത പിന്നെ പെറ്റ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു സെൽഫി സ്പോട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും ക്യാഷാണ് കേട്ടോ. അതായത് 50 രൂപയാണ്. അത് വലിയൊരു എമൗണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വലിയ സംഭവമല്ല, വലിയൊരു എമൗണ്ട് അല്ലെന്ന് പറയാൻ കാരണം 50 രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ഒരു ഇഗ്വാന, 2 പൈത്തൺ, പിന്നെ 2 ബാഡ്സ്, ഇത്രയും കൂടെ ആയിട്ടാണ് അവരൊരു 50 രൂപ ചാർജ് ചെയ്തത്. പിന്നെ ആ 50 രൂപയിൽ എനിക്കും ശിവാനിക്കും കൊടുക്കാം. അതാണ് എൻ്റെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് പറയണമെന്ന് വെച്ചാൽ ഒരു ഐറ്റം, ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കുക. ഞാൻ പലയിടത്തും പോയിട്ട് കണ്ടിട്ടുണ്ട്, 100 രൂപ എന്നൊക്കെ പറയും ഒരു ഐറ്റം എടുക്കാനായിട്ട്. പക്ഷെ ഇപ്പം ഇതിൽ അങ്ങനെയല്ല. എനിക്കും മോക്കും എടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ ഐറ്റവും 2 പേർക്കും കൂടെ 50 രൂപ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു. ഈ ഗോന എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ പെറ്റ്സിനെ എടുക്കാൻ തുടങ്ങിയേ. ആദ്യം എടുത്തതാ ഇത്. നല്ല വികൃതി പിടിച്ച ഒരു ബേഡായിരുന്നേ. എൻ്റെ വാച്ചിനെയൊക്കെ കടിച്ച് പൊട്ടിക്കാൻ നോക്കി. പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടു. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ബേഡ. ഇടയ്ക്ക് ശിവാനിതാ കണ്ടില്ലേ, 2 മണിക്കൂർ കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ കിടന്ന് ചാടിയിട്ടുണ്ട്. ഇതൊക്കെ ഇഗ്വാനയും ബാബ ഒരു ഇഗ്വാനായിരുന്നേ. ഇവൻ വില്ലന. ഇവ എൻ്റെ ഒന്ന് ചാടിപ്പോവാനൊക്കെ നോക്കി. ഞാൻ പിന്നെ പിടിച്ചു. ഇടയ്ക്കൊന്ന് വഴുതി, പക്ഷേ കുഴപ്പമില്ല. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് പൈത്തൺ. അതിൻ്റെ തലഭാഗം വന്നിട്ട് യെല്ലോ ഷെയ്ഡാണേ. ഇതൊരു പാവം കുട്ടി. എവിടേക്കോ അവിടെ ഇരുന്നോളും, ഒരു പ്രശ്നമില്ല. ശിവാനിയും എടുത്തേ, എല്ലാത്തിനെയും ട്രൈ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.